സുഭദ്ര ഭാഗം 6. അതിരാവിലെ വളരെ സന്തോഷത്തോടെ ഗൗരീശൻ എണീറ്റു. എന്തോ ഒരു പ്രത്യേക ഉണർവും ഉത്സാഹവും ഗൗരീശന് അന്നുണ്ടായിരുന്നു. രാവിലത്തെ എല്ലാ പൂജാകർമ്മങ്ങളും കഴിഞ്ഞ് അവൻ ആവേശത്തോടെ സുഭദ്രയെ കാണുന്നതിനായി നടന്നു. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഒരു നോക്കു മാത്രമേ അവളെ കാണാൻ കഴിഞ്ഞുള്ളൂ. അവളെ മതിപോരുവോളം കാണാൻ അന്നെനിക്ക് കഴിഞ്ഞില്ല. അവളെ ഒന്നു കാണാൻ എന്തു ചെയ്യുമെന്നാലോചിച്ച് പടിക്കിണിക്കോലായിലിരിക്കുമ്പോൾ അവളുടെ സംഗീതം അവൻ്റെ കാതുകളെ കുളിരണിയിച്ചു. കാതുകളിൽ മുഴങ്ങുന്ന ആ സംഗീതം ശ്രദ്ധിച്ച് അവളെ ഒരു നോക്കു കാണാൻ അവൻ നടന്നു. പക്ഷേ അഴികളുള്ള ആ പൂജാമുറിയിൽ അവ്യക്തമായി മാത്രമേ ഗൗരീശന് അവളെ കാണാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ സംഗീതത്തിൽ ലയിച്ച് പൂജാമുറിയുടെ വാതിൽ തുറക്കാൻ നിന്ന ഗൗരീശനെ കണ്ട് അനന്തൻ നമ്പൂതിരിക്ക് കലശലായ ദേഷ്യം വന്നു. ഗൗരീശ എന്ന ഉച്ചത്തിലുള്ള വിളി കേട്ട് ഗൗരീശൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഗൗരീശന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു തുടങ്ങി. സംഗീതം നിർത്തി സുഭദ്രയും പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്നു. എന്താ ചെറിയച്ച? എന്തിനാണ് ചെറിയച്ചൻ ഗൗരീശനെ ഇങ്ങനെ ദേഷ്യത്തോടെ വിളിച്ചത്? സുഭദ്ര ചോദിച്ചു. ഈ സമയം ഗൗരീശന്റെ മനസ്സ് വല്ലാതെ വിറച്ചു തുടങ്ങി. എൻ്റെ പ്രണയം സുഭദ്രയോട് പറയുന്നതിന് മുൻപ് തന്നെ പൊഴിഞ്ഞു പോകുമോ? ഇവിടെ ഇനി നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ച് അവൻ വിഷമിച്ചു. അനന്തൻ സുഭദ്രയോട്, ഒന്നുമില്ല, നീ അകത്തേക്ക് പോയിക്കോളൂ, എനിക്ക് ഗൗരീശനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സുഭദ്രയെ അവിടെ നിന്നും മാറ്റി നിർത്താൻ അനന്തൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്തു വരാം, അപ്പോൾ എല്ലാം പറയാം എന്ന് പറഞ്ഞ് സുഭദ്രയെ അവിടെ നിന്നും പറഞ്ഞയച്ചു. സുഭദ്രയ്ക്ക് ഇതൊന്നും അത്ര ദഹിച്ചില്ല. എന്തിനാണ് ചെറിയച്ഛൻ എന്നോട് ദേഷ്യത്തോടെ പോകാൻ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് അവൾ അവിടെ നിന്നും പോയി. സുഭദ്ര അവിടെ നിന്നും പോയതിൽ ഗൗരീശന് കുറച്ച് സമാധാനമായെങ്കിലും ഇനി ഇവിടെ തുടരാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള പേടി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ഗൗരീശനോട് ഉമ്മറത്തേക്ക് കൂടെ വരുവാൻ അനന്തൻ ആവശ്യപ്പെട്ടു. ഗൗരീശന്റെ നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിച്ചു തുടങ്ങി. അനന്തൻ തുടർന്നു. ഗൗരീശ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. പക്ഷേ താനിപ്പോൾ കാണിച്ച പ്രവൃത്തി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തുദ്ദേശത്തോടെയാണ് താൻ ആ പൂജാമുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചത്? എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ചീത്ത ഒരു നോട്ടം പോലും അവളുടെ മേൽ വീഴുന്നത് എനിക്കിഷ്ടമല്ല. ഗൗരീശനിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. തന്നെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ തെറ്റായി പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏയ്, അങ്ങനെയൊന്നും എന്നെക്കുറിച്ച് തെറ്റായി കരുതേണ്ട. ഞാൻ തെറ്റായ അർത്ഥത്തിലൊന്നുമല്ല അവളെ നോക്കി നിന്നത്. സംഗീതത്തിൽ മതിമറന്നപ്പോൾ പൂജാമുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും അതൊരിക്കലും തെറ്റായ അർത്ഥത്തിലൊന്നുമല്ല. സംഗീതം എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പിന്നെ സുഭദ്രയുടെ സ്വരമാധുര്യത്തിൽ മതിമറന്നു നിന്നുപോയി, അത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗൗരീശൻ അനന്തൻ്റെ ചോദ്യങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇനിമേലിൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് അനന്തൻ ഗൗരീശനെ വിലക്കി. അനന്തൻ അവിടെ നിന്നും പോയി. ഗൗരീശൻ അനന്തൻ്റെ ചോദ്യങ്ങളിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടു എന്നോർത്ത് സന്തോഷിച്ചു. അനന്തൻ ഗൗരീശന്റെ അടുത്തു നിന്നും തിരിച്ച് നടുമുറ്റത്തെത്തിയപ്പോൾ സുഭദ്ര അവിടെ അനന്തനെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സുഭദ്രയെ കണ്ടതും അനന്തൻ ഒന്നും പറയാതെ നടന്നു നീങ്ങുമ്പോൾ പുറകിൽ നിന്നും, ചെറിയച്ച, ഒന്ന് നിൽക്കൂ എന്ന് സുഭദ്ര പറഞ്ഞു. ചെറിയച്ഛൻ എന്താ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്നത്? ഏയ്, ഒന്നുമില്ല. എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടത്, പറയൂ. നേരത്തെ പൂജാമുറിക്കടുത്ത് എന്താണ് സംഭവിച്ചത്? എനിക്കറിയണം, സുഭദ്ര വാശിയോടെ പറഞ്ഞു. ചെറിയച്ഛൻ്റെ സുഭദ്രക്കുട്ടി വലുതായില്ലേ, വലിയ പെണ്ണായില്ലേ, അതുകൊണ്ട് എൻ്റെ കുട്ടി നന്നായി ശ്രദ്ധിച്ചു വേണം നടക്കാൻ എന്ന് മാത്രമേ ഇപ്പോൾ ചെറിയച്ഛന് കുട്ടിയോട് പറയാനുള്ളൂ. എൻ്റെ കുട്ടി പോയിപ്പോൾ നന്ദിനി ചെറിയമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞ് അനന്തൻ അവിടെ നിന്നും പോയി. പക്ഷേ ചെറിയച്ഛൻ്റെ ഉഴപ്പിയുള്ള ഉത്തരം കേട്ട് സുഭദ്രയ്ക്ക് അത്രയാണ്ട് ബോധിച്ചില്ല. എന്തായിരിക്കും നടന്നിരിക്കുക? ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ നന്ദിനിയുടെ അരികിലേക്ക് പോയി. ഈ സമയം കുളക്കടവിലെ കൽപ്പടവുകളിൽ ഇരുന്ന് ഗൗരീശൻ ചിന്തിച്ചു. എന്തു ചെയ്യും ഇനി? എന്നെക്കുറിച്ച് ചെറിയച്ഛൻ തെറ്റിദ്ധരിച്ചു കാണുമോ? എന്നോടുള്ള ചെറിയച്ഛൻ്റെ വിശ്വാസം നഷ്ടപ്പെടുമോ? സുഭദ്രയോട് എന്നെക്കുറിച്ച് എന്താവും ചെറിയച്ഛൻ പറയുക? അവൾക്ക് എന്നെ തീരെ ഇഷ്ടപ്പെടാതെ ആവുമോ? ഇതുമൂലം എനിക്കും അവൾക്കും
ഒന്നിക്കാൻ കഴിയുകയില്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഗൗരീശൻ കൽപ്പടവുകളിൽ തന്നെ കുറേ സമയമിരുന്നു. ചിന്തയ്ക്കൊടുവിൽ ഇത്രയുമായ സ്ഥിതിക്ക് ഇനി എന്തു വന്നാലും സുഭദ്രയോടുള്ള ഇഷ്ടം പറഞ്ഞിട്ടേ ഇനി ഞാൻ ഇല്ലത്തേക്ക് മടങ്ങൂ. അവളില്ലാതെ ഇനി ഒരു തിരിച്ചുപോക്കില്ല. അവളില്ലാതെ ഇനി കഴിയില്ല. അവളെ നേടുന്നതിനു വേണ്ടി എന്ത് തടസ്സം വന്നാലും ഞാൻ അതിനെയെല്ലാം നേരിടും എന്നൊക്കെ ചിന്തിച്ച് തീരുമാനിച്ച് അവനാൽ കൽപ്പടവുകളിൽ തന്നെ ഇരുന്നു.